Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ എക്സാം ഓറിയന്റഡ് വീഡിയോ ക്ലാസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന സെക്ഷനകത്തു നിന്ന് വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി മൊഡ്യൂൾ 3-ലെ ഒരു 12ഓളം വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം വേണം ഈ എക്സാം ഓറിയന്റഡ് വീഡിയോ ക്ലാസ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾ കാണാനായിട്ട്. എങ്കിലേ നിങ്ങൾക്ക് ഈ സെക്ഷൻ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇനി ഈ സെക്ഷൻ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കൂടുതലും വരുന്നത്. അപ്പം ആ വീഡിയോ ക്ലാസ് കണ്ടു തീർത്തതിന് ശേഷം വേണം നിങ്ങൾ ഈ എക്സാം ഓറിയന്റഡ് വീഡിയോ ക്ലാസ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കുന്ന ഓരോ വീഡിയോസും കണ്ടു പോകാനായിട്ട്. ഇതിപ്പോൾ ഫസ്റ്റ് വീഡിയോ ക്ലാസ് ആണ്. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ മൊഡ്യൂളിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. അപ്പോൾ മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇത് ഓൾറെഡി നമ്മൾ ആ സെക്ഷനകത്ത് പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമുക്കറിയാം എ റാൻഡം വേരിയബിൾ മേ ബി ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആകാം, കണ്ടിന്യൂസ് ആകാം. എ റാൻഡം വേരിയബിൾ ഈസ് സെറ്റ് ടു ഡിസ്ക്രീറ്റ്. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് അസ്യൂം സ്പെസിഫൈസ് വാല്യൂസ് ഇൻ ആൻ ഒരു ഇൻ്റർവെലിനകത്തുനിന്ന് സ്പെസിഫൈസ് വാല്യൂസ് ആയിരിക്കും അതിന് അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ വെൻ എക്സ് ടേക്സ് വാല്യൂസ് 1 2 3 എക്സെട്ര, എക്സിൻ്റെ വാല്യൂ 1 2 3 എക്സെട്ര ഈ രീതിയിലാണ് എക്സിൻ്റെ വാല്യൂസ് എടുക്കുന്നത് എങ്കിൽ ആ റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി എ റാൻഡം വേരിയബിൾ ഈ സെറ്റ് ടു ബി കണ്ടിന്യൂസ്. റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ഫിറ്റ് ക്യാൻ അസ്യൂം എനി വാല്യൂ ഇൻ എ ഗിവൺ ഇൻ്റർവൽ. ഗിവൺ ഇൻ്റർവലിനകത്തുള്ള ഏതോ ഒരു വാല്യൂ ആണ് എക്സ് എങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നു. വെൻ എക്സ് ടേക്സ് എനി വാല്യൂ ഇൻ എ ഗിവൺ ഇൻ്റർവൽ എ കോമ ബി. എ കോമ ബി എന്ന് പറയുന്ന ഇൻ്റർവലിനകത്ത് ഏതോ ഒരു വാല്യൂ ആണ് എക്സ് എങ്കിൽ അതെന്ത് റാൻഡം വേരിയബിൾ ആയിരിക്കും? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇൻ ദാറ്റ് ഇൻ്റർവൽ. ആ ഇൻ്റർവലിനകത്തുള്ള കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ തന്നെയാണ് ഡെഫിനേഷൻ ഒന്നുകൂടെ കൊടുത്തേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദ വേരിയബിൾസ് വിൽ ടേക്ക് ഓൺലി എ ഫൈനൈറ്റ് കൗണ്ടബിളി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഈ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചണം. ചിലപ്പം പരീക്ഷയ്ക്ക് ഡിസ്റ്റിങ്വിഷ് ചോദിക്കുമ്പോൾ എക്സാമ്പിളും കൂടെ എഴുതാനായിട്ട് ചോദിക്കും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എക്സാമ്പിൾ ദ നമ്പർ ഓഫ് ഹെഡ് ഇൻ 4 ടോസസ് ഓഫ് എ കോയിൻ ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അതായത് ഒരു കോയിൻ 4 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡിൻ്റെ എണ്ണം അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ആസ് ഇറ്റ് കാനോട്ട് അസ്യൂം ദ വാല്യൂസ് അതർ ദാൻ 0 1 2 3 4 ആയിരിക്കും. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഏസസ് ഇൻ എ ഡ്രോൺ ഓഫ് 2 കാർഡ്സ് ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഇൻ എ റാൻഡം വേരിയബിൾ. അതായത് വെൽ ഷഫിൾഡ് കാർഡിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് 2 കാർഡ് ഡ്രോൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏസസിൻ്റെ എണ്ണം ഇതും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിളാണ്. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിൾ എഴുതുമ്പോൾ ദ വെയിറ്റ് ഇൻ കിലോഗ്രാം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൻ്റെ വെയിറ്റ് ഇൻ കിലോഗ്രാം. അപ്പം വെയിറ്റ് ഇൻ കിലോഗ്രാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 70. അപ്പം എക്സിൻ്റെ വാല്യൂ 50ക്കും 70ക്കും ഇടയിലുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരും ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഇതും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നു. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ്, എഫ് ഓഫ് എക്സ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഓഫ് എക്സ് നോൺ ഡിക്രീസിങ് ആണ്. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ടു ദ റൈറ്റ് ആയിരിക്കും. എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കും. എ ഈസ് എനി നമ്പർ ലെസ് ദാൻ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് എക്സ്. എ എന്ന് പറയുന്ന നമ്പർ ലെസ് ദാൻ ദ ലോവസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എ 0യും ബി എനി നമ്പർ ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ് വാല്യൂ ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ മെയിനായിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത 2 പ്രോപ്പർട്ടികളുണ്ട്. പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നതിന് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ എന്ന് ഡിഫൈൻ ചെയ്യാം. അതുപോലെ എഫ് ഓഫ് എക്സ് ഐ പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് എക്സ് ഐ പ്ലസ് 1. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനും പ്രോപ്പർട്ടീസും ചോദിച്ചാൽ 2 മാർക്കിന് എഴുതേണ്ടത് ഇതാണ്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പോലെ അടുത്താണ് ഡിഫൈൻ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം പരീക്ഷയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഡെൻസിറ്റി ഫംഗ്ഷൻ്റെയും ഡിസ്റ്റിങ്വിഷ് ചോദിച്ചാൽ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും എഴുതുക. അതിനുശേഷം ഡെൻസിറ്റി ഫംഗ്ഷൻ. ഏതാണ്?
ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ അസ്യൂം ദ വാല്യൂസ് എക്സ് എൻ എസ് ടു എക്സെട്ര എക്സ് എൻ. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അതിനെ അസ്യൂം ചെയ്ത് കൊടുക്കുന്ന വാല്യൂ എക്സ് എൻ എസ് ടു എക്സെട്ര എക്സ് എൻ ആണെങ്കിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് ദ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ്. അതിനെ നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എക്സ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വരുന്നു. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അവിടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളും സ്മോൾ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസുമായിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്നോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നോ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് രണ്ടെണ്ണമാണ്. പി ഓഫ് എക്സ് പ്രോബബിലിറ്റിയുടെ വാല്യൂ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെയും ഡെൻസിറ്റി ഫംഗ്ഷൻ്റെയും വ്യത്യാസം ചോദിച്ചാൽ ഇത് ഡെൻസിറ്റി ഫംഗ്ഷനായിട്ട് എഴുതാം. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായിട്ട് എഴുതി വെച്ചണം. ഇതിൻ്റെ വ്യത്യാസവും പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതിനകത്ത് ചോദിക്കാവുന്ന 2 ക്വസ്റ്റ്യനാണ്. ഒന്ന് എന്താണ് ഡിഫൈൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും ചോദിക്കാം. 2 ഡിഫൈൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും ചോദിക്കാം. 2 കേസിലും എല്ലാ പ്രോബബിലിറ്റീസും നോൺ നെഗറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഫോർ ഓൾ എക്സ്. ഈ പ്രോപ്പർട്ടി ഈ രണ്ടിനും സെയിം ആണ്. അതായത് ഓൾ ദ പ്രോബബിലിറ്റീസ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഓഫ് ദ ഔട്ട്കം മസ്റ്റ് ബി 1 ആയിരിക്കും. അതും രണ്ടിനും സെയിം ആയിരിക്കും. ഇനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 എന്നുമായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിൽ സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് രണ്ടും ഡെഫിനേഷനായിട്ട് നോട്ട് ചെയ്തണം. 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനിയും നമ്മൾ റാൻഡം വേരിയബിളിന്റെ ഡെഫിനേഷനാണ് അടുത്ത പഠിച്ചു വെക്കുന്നത്. അത് 1 മാർക്കിന് ചോദിക്കുന്നു. റാൻഡം വേരിയബിളിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ഡിഫൈൻ റാൻഡം വേരിയബിൾ എന്നോ ഡിഫൈൻ സ്റ്റോക്കാസ്റ്റിക് വേരിയബിൾ എന്നോ ചോദിക്കാം. രണ്ടും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ അസ്യൂംഡ് ബൈ വേരിയബിൾ ആർ ദ റിസൾട്ട് ഓഫ് സം ചാൻസ് ഫാക്ടേഴ്സ് so that a particular value cannot be exactly predicted in advance. The variable is then called a random variable. അതായത് റാൻഡം വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ചാൻസ് ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ റിസൾട്ട് പറയുന്നത്. ഒരിക്കലും അതിൻ്റെ പർട്ടിക്കുലർ വാല്യൂ നമുക്ക് എക്സാക്റ്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, അഡ്വാൻസ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. റാൻഡം വേരിയബിളിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്തെ പോയിന്റ്സുകളെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇതാ കൊടുത്തിട്ടുണ്ട്. റാൻഡം വേരിയബിൾ ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ദ പോയിന്റ്സ് ഓൺ ദം ആർ ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. പിന്നെ ബ്രീഫിലി വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും കൂടെ പറയാം. എ റാൻഡം വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് എ മെഷറബിൾ റിയൽ വാലിഡ് ഫംഗ്ഷൻ ഓവർ എ സാമ്പിൾ സ്പേസ്. ഒരു സാമ്പിൾ സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു മെഷറബിൾ റിയൽ വാലിഡ് ഫംഗ്ഷനെ നമുക്ക് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് 1 മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടും. എസ് ആണ് സാമ്പിൾ സ്പേസ്. അത് ഡിസ്ക്രീറ്റ് ആകാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആകാം. എ ഫംഗ്ഷൻ എക്സ് ഫ്രം ടു ആർ ദെൻ ദ സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം ബ്രീഫ്ലി പറയുകയാണെങ്കിൽ റാൻഡം വേരിയബിൾ ഈസ് എ മെഷറബിൾ റിയൽ വാലിഡ് ഫംഗ്ഷൻ ആയിരിക്കും ഡിഫൈൻഡ് ഓവർ എ സാമ്പിൾ സ്പേസ്. എസ് സാമ്പിൾ സ്പേസ് ആണെങ്കിൽ എ ഫംഗ്ഷൻ എക്സ് ഫ്രം ടു ആർ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. ഇത് നമുക്ക് 1 മാർക്കിന്റെ ഡെഫിനേഷൻ ചോദിക്കുന്നതാണ്. ഓക്കെ, റാൻഡം വേരിയബിളിന്റെ എക്സാമ്പിളും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചോണം. കോയിൻ ടോസ് ചെയ്യുന്നത് അതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചു വെച്ചോണം. നമ്മൾ കുറേ എക്സാമ്പിൾസ് റാൻഡം വേരിയബിളിനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ എക്സാമ്പിൾസോടെ റാൻഡം വേരിയബിളിന്റെ ഡെഫിനേഷൻ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾസും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാ ചോദിച്ചിരിക്കുന്നത്? അടുത്തത് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ. ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ നമ്പർ ഓഫ് ഹെഡ്സ് ഒക്യുവേർഡ് ഇൻ 5 ടോസസ് ഓഫ് ആൻ അൺബയാസ്ഡ് കോയിൻ. അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡിന്റെ എണ്ണം. അതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ റാൻഡം വേരിയബിൾ എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഒക്യുവേർഡ് ഇൻ 5 ടോസസ് ഓഫ് ആൻ അൺബയാസ്ഡ് കോയിൻ. അതായത് അൺബയാസ്ഡ് കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡിന്റെ നമ്പർ ഓഫ് ഹെഡ്സ്, അതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാനായിട്ട്. ഓക്കെ, അപ്പം ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതണം? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതണം. അപ്പം ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് ടേൺ ചെയ്യാനും
ടെയിൽ ടേൺ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1/2 ആയിരിക്കും. ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡ് ടേണപ്പിൻ്റെയും ടെയിൽ ടേണപ്പിൻ്റെയും പ്രോബബിലിറ്റി 1 ആയിരിക്കും. നമ്മുടെ റാൻഡം വേരിയബിളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹെഡ്സ് ടേണിംഗ് അപ്പ് ഇൻ 3 ടോസസ് അല്ല 5 ടോസസ്. 5 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സിനെയാണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ആ എക്സിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പി ഓഫ് എക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ടോസസ് റിസൾട്ട് ഇൻ ഹെഡ്. എക്സ് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഹെഡ് ആണെങ്കിൽ ആൻഡ് 5 - എക്സ് ടോസസ് റിസൾട്ട് ഇൻ ടെയിൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി അപ്പം ഹെഡ് ആണ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആയിരിക്കും. അപ്പോൾ എക്സ് ടൈംസ് ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റി 1/2 ആയിരിക്കും ഇൻറ്റു 5 - എക്സ് ടോസിൽ കിട്ടുന്നത് ടെയിലാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. അപ്പോൾ 1/2 - എക്സ് ആയിരിക്കും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബേസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പവർ ആഡ് ചെയ്യാം. പവർ ഇവിടെ എക്സും 5 - എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എക്സും -എക്സും ക്യാൻസൽ ആയിട്ട് റിസൾട്ട് എത്ര വരും? 5/2 കിട്ടും. ഓക്കെ, നമ്മുടെ ഈ കോയിൻ അങ്ങനെ എത്ര പ്രാവശ്യമാണ് ടോസ് ചെയ്യുന്നത്? 5 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രയൽ എത്ര പ്രാവശ്യം നടക്കുന്നുണ്ട്? 5CX മ്യൂച്വലി എക്സ്ക്ലൂസീവ് വേസിലായിരിക്കും ട്രയൽസ് നടക്കുന്നത്. അതുകൊണ്ട് ബൈ അഡീഷൻ തിയറം അതിൻ്റെ പ്രോബബിലിറ്റി ഞങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു 5CX 1/2 എടുക്കുന്നു. എക്സിൻ്റെ വാല്യൂ 1 2 3 4 5 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടിയാൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പറയുന്നതിന് മുമ്പായിട്ട് എക്സിന് 1 2 3 4 5 കിട്ടുമ്പോൾ പി ഓഫ് എക്സിൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിച്ച് വെക്കണം. അപ്പം എക്സിന് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരും? എക്സിന് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പി ഓഫ് 0 ആണ്. പി ഓഫ് 0 കിട്ടാൻ എക്സിന്, അതായത് ഈ പി ഓഫ് എക്സ് ഇതല്ലേ, ഈ പി ഓഫ് എക്സിനകത്ത് എക്സിന് 0 1 2 3 4 5 കിട്ടുമ്പോൾ നമുക്ക് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4, പി ഓഫ് 5 കിട്ടി. പി ഓഫ് 0 എന്താണ്? പി ഓഫ് 0 ഈക്വൽ ടു 5C0 1/2 ആണ്. 5C0യുടെ വാല്യൂ 1 ആണ്. 1/2 1/5 1ഉം 2 5 32. അപ്പോൾ 1 × 1/32 is equal to 1/32 പി ഓഫ് 0 കിട്ടി. അതേപോലെ പി ഓഫ് 1 ആകുമ്പോൾ എന്ത് വരും? 5C1 5 ആണ് ഇൻറ്റു 1/32. അപ്പോൾ 5/32. ആ രീതിയിൽ നമ്മൾ താഴോട്ട് പി ഓഫ് 2 മുതൽ പി ഓഫ് 5 വരെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് എടുക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇത്രയും കേസാണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വരുന്നു. രണ്ടാമത്തെ കേസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എത്ര വരും? പി ഓഫ് 0. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് 0. പി ഓഫ് 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 1/32. ഈ കണ്ടുപിടിച്ചതിനകത്തു നിന്നാണ് വാല്യൂസ് എഴുതി പോകേണ്ടത്. അപ്പോൾ അടുത്ത കേസ് ഏതാണ്? അടുത്തത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അപ്പോൾ പി ഓഫ് 0 1/32, പി ഓഫ് 1 5/32, ആഡ് ചെയ്യുമ്പോൾ 6/32. അടുത്തത് അപ്പോൾ എന്ത് വരും? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2. ദാ പി ഓഫ് 0യുടെയും പി ഓഫ് 1ൻ്റെയും പി ഓഫ് 2ൻ്റെയും വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 16/32 വരും. അടുത്തത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 പ്ലസ് പി ഓഫ് 3. ഇതിൻ്റെ 4ൻ്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്തു 26/32. അടുത്തത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. അപ്പോൾ പി ഓഫ് 0 മുതൽ പി ഓഫ് 4 വരെയുള്ളതിൻ്റെ സമ്മ് 31/32 കിട്ടി. അടുത്ത ലാസ്റ്റ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 5 വരെയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് കേസ് എങ്ങനെ എഴുതും? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ എഫ് ഓഫ് എക്സ് എത്ര വരും? പി ഓഫ് 0 മുതൽ പി ഓഫ് 5 വരെയുള്ള സം 1 കിട്ടും. ഓക്കെ, ഇത് 1 കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ആൻസർ ശരിയാകത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരു കോയിൻ 5 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റാൻഡം എറർ. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതി. ഓക്കെ ആണല്ലോ. 2 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ 3 ടോസസ് ഓഫ് എ കോയിൻ്റെ കേസിൽ എന്താ ചോദിച്ചിട്ടുണ്ട്? ഒബ്റ്റെയിൻ ദ distribution function of the total number of heads occurring in 3 tosses of an unbiased coin. ഇതും സെയിം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. തൊട്ട് മുമ്പേ ചെയ്ത അതേ ആൻസർ തന്നെയാണ് ഇതിന് വരുന്നത്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ 5 ടോസസ് ആകുമ്പോൾ 5CX ആണ് ബേസ്, ഇവിടെ 3CX വരും. അവിടെ 5 വരുന്ന സ്ഥാനത്ത് 3 ആണെന്നുള്ളതേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ 1ഉം 2ഉം 3ഉം ആണ്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതേ സെയിം രീതിയിലാണ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിക്കോണം. ഈ 2 ക്വസ്റ്റ്യനും ഒരേ ടൈപ്പിൽ വരുന്ന 2 ക്വസ്റ്റ്യൻ, ഒന്ന് 5 ടോസസിൻ്റെ കേസും ഒന്ന് 3 ടോസസിൻ്റെ കേസും. രണ്ടിലേതെങ്കിലും ഒന്ന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാവുന്നതാണ്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ഇനി തൊട്ടടുത്ത ക്വസ്റ്റനും അതേ ടൈപ്പിലെ ഒരു ക്വസ്റ്റനാണ്. ഇതും 2 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റനാണ്. ഈ f of x ഈക്വൽ ടു എക്സ് ബൈ 15 ആണ്. എക്സിൻ്റെ വാല്യൂ 1 2 3 4 5 0 ആയിരിക്കും. അതർവൈസ് ഈസ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ എക്സ് ആണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 ആകുമ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ f of x ഈക്വൽ ടു എക്സ് ബൈ 15 ആണ്. എക്സിൻ്റെ വാല്യൂ 0 1 2 3 4 5 ആണ്. അപ്പോൾ p of x ഈക്വൽ ടു 0 ആകുമ്പോൾ f of xൻ്റെ വാല്യൂ 0 ആണ്. എക്സിന് 1 കൊടുത്താൽ 1/15, എക്സിന് 2 കൊടുത്താൽ 2/15, 3 കൊടുത്താൽ 3/15, 4 കൊടുത്താൽ 4/15, 5 കൊടുത്താൽ 5/15. 5/15 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 വരും. 3/15 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/5 വരും. ബാക്കിയെല്ലാം അതേ റിസൾട്ട് വരും. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ എങ്ങനെ എടുക്കുന്നത്? f of x എന്ന് പറയുന്നത് എന്തായിരിക്കും? f of x ബി ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. ഓക്കെ, f of x എന്ന് പറയുന്നത് എന്താണ്? f of x ബി ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ് ആണ്. അപ്പം എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ f of 0 ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്ത 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 ആണെങ്കിൽ f of 1 കണ്ടുപിടിക്കുന്നു. അപ്പോൾ f of 1 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 0 പ്ലസ് 1/15 ഈക്വൽ ടു 1/15 വരുന്നു. ഇനി അടുത്ത എന്താണ്? if 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ p of x ഈക്വൽ ടു 0 പ്ലസ് p of 1 പ്ലസ് p of 2 ആയിരിക്കും. 0 പ്ലസ് 1/15 പ്ലസ് 2/15 വരും. 3/15 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/5. അടുത്ത കേസ് ഏതാണ്? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണ്. അപ്പം എക്സ് ഈക്വൽ ടു 1 പ്ലസ് 2 പ്ലസ് 3 ആണ്. അപ്പം 1/15 പ്ലസ് 2/15 പ്ലസ് 3/15 ഇത്ര വരും ആൻസർ 4/15 വരും. ഇനി നമുക്ക് 2 കേസും കൊണ്ട് ഏതൊക്കെയാണ്? അടുത്തത് ഈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 കണ്ടുപിടിക്കണം. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 ആകുമ്പോൾ സ്മോൾ f of 4 വരുന്നു. അതായത് ഏതൊക്കെയാണ് കേസ്? p of 1 പ്ലസ് p of 2 അല്ലെ, p of 1 പ്ലസ് p of 2 പ്ലസ് p of 3 പ്ലസ് p of 4 വരും. p of 1 പ്ലസ് p of 2 പ്ലസ് p of 3 പ്ലസ് p of 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതൊരു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/15 പ്ലസ് 2/15 പ്ലസ് 3/15 പ്ലസ് 4/15 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 10/15 വരും f of 4. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് കേസ് തന്നെ. ലാസ്റ്റ് കേസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 വരും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ f of 5 അല്ലേ. f of 5 ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇതിൻ്റെ 5 എണ്ണത്തിൻ്റെയും കൂടെ സം, അതായത് p of 1 പ്ലസ് p of 2 പ്ലസ് p of 3 പ്ലസ് p of 4 പ്ലസ് p of 5. ദാ p of 4 വരെ നമ്മൾ മോളിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. p of 4 വരെയുള്ള സം എത്രയാണ്? 10/15 ആണ് അല്ലേ. p of 4 ഉള്ള സം 10/15 പ്ലസ് ലാസ്റ്റ് ഏതാണ്? p of 5ൻ്റെ 5/15 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15/15 ഇസ് ഈക്വൽ ടു 1. ഇതാണ് f of xൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ 2 കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. p of 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 ആവണം അല്ലേ. p of x ഈക്വൽ ടു 1 ഓർ x ഈക്വൽ ടു 2 അല്ലേ. 1നും 2വിനും ഇടയിലുള്ള 1ഉം 2ഉം ഉൾപ്പെടെ 1ൻ്റെയും 2വിൻ്റെയും വില. അപ്പോൾ x ഈക്വൽ ടു 1 ആകുമ്പോൾ എത്രയാണ്? x ഈക്വൽ ടു 1 ആകുമ്പോൾ 1/15 വരും. x ഈക്വൽ ടു 2 ആണെങ്കിൽ 2/15 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/15 വരും. ഓക്കെ, ഇതോ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 ആണെങ്കിലോ 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 ആണെങ്കിലോ 2.5 ആണ്. 0.5നും 2.5നും ഇടയിലുള്ള വാല്യൂസ് ആരൊക്കെയാണ്? എക്സിൻ്റെ വാല്യൂ 1ഉം 2ഉം ആണ് വരുന്നത്. അത് തന്നെ എന്താണ്? ഇത് തന്നെയാണ് സെയിം ആൻസർ തന്നെ വരും അല്ലേ. സെയിം ആൻസർ തന്നെയല്ലേ വരുന്നത്. സെയിം ആൻസർ തന്നെ വരും. ഓക്കെ, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അപ്പം ഇതെല്ലാം നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിലെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. അടുത്ത നോക്കിയട്ടെ. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x ഈക്വൽ ടു 2x എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? ക്യാപിറ്റൽ f of x. ക്യാപിറ്റൽ f of x എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്. നോട്ട് ചെയ്ത് പഠിച്ചോണേ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ക്യാപിറ്റൽ f of x എന്നുള്ള ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to x എന്താണോ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതിനെ നമ്മൾ f of x എടുക്കുന്നു, dx ആയിരിക്കും. ഇതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ f of x എന്നുള്ള ഡെഫിനിഷൻ.
അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ 0 to x എഫ് ഓഫ് എക്സ് എത്രയാണ്? 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ബൈ 2, 2 ഇൻറ്റു ക്യാൻസൽ ആകുന്നു. അപ്പർ ലിമിറ്റ് എക്സ് കൊടുത്താൽ എക്സ് സ്ക്വയർഡ് ആണ്, ലോവർ ലിമിറ്റ് 0 കൊടുക്കേണ്ട ആവശ്യമില്ല, 0 ആയിപ്പോൾ. അപ്പോൾ ആൻസർ എക്സ് സ്ക്വയർഡ് അത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരുന്നു. അപ്പം ഏതൊരു ക്വസ്റ്റിന് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കാണാൻ ചോദിച്ചാൽ ഇതാണ് ഡെഫിനിഷൻ, ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ആണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 വരുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കുമ്പോൾ 1 വരുന്നു. ഓക്കെ, ഇനി അടുത്ത പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഓർക്കുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ലേ, ഇൻ്റഗ്രേഷൻ ആണല്ലോ ചെയ്യേണ്ടത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സമ്മേഷനും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അപ്പർ ലിമിറ്റ് എത്രയാണ്? 1/2. ലോവർ ലിമിറ്റ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന എക്സിൻ്റെ ലോവർ ലിമിറ്റ് ആണ്, അവിടെ ലോവർ ലിമിറ്റ് ഏതാ? 0 ആണ്. അപ്പം ഇൻ്റഗ്രൽ 0 to 1/2 എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇതാണ് ഇതിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. എഫ് ഓഫ് എക്സ് എത്രയാണ്? 2x ആണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ 2x എഴുതി, 2xനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് അപ്പർ ലിമിറ്റ് 1/2 ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ അതിൻ്റെ ആൻസർ വരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇൻ്റഗ്രൽ 0 to 1/2 വരും. എഫ് ഓഫ് എക്സ് എത്രയാണ്? എഫ് ഓഫ് എക്സ് 2x ആണ്, ഇൻറ്റു ഡി എക്സ് വരുന്നു. 2 കോൺസ്റ്റന്റ് അത് പുറത്തെടുക്കുന്നു. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർഡ് ബൈ 2, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് വാല്യൂ 0 to 1/2 വരും. ആര് ക്യാൻസൽ ആയിപ്പോൾ? ഈ 2 യും ക്യാൻസൽ ആയിപ്പോൾ. എക്സിന് അപ്പർ ലിമിറ്റ് 1/2 കൊടുത്താൽ 1/2ൻ്റെ സ്ക്വയർ 1/4 മൈനസ് എക്സിൻ്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 ആയിപ്പോൾ. അപ്പം ആൻസർ എത്ര വരും? ആൻസർ 1/4 വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4 അല്ലേ, അതിന് ആൻസർ എങ്ങനെ വരും നോക്കിയട്ടെ. 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4 അല്ലേ. അപ്പം ഇൻ്റഗ്രൽ 1/4 താഴത്തെ ലിമിറ്റും അപ്പർ ലിമിറ്റ് 3/4 വരും. എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ. അപ്പം അവിടെ എന്താണ്? ഇൻ്റഗ്രൽ 1/4 to 3/4 എഫ് ഓഫ് എക്സ് 2x ആണ്, 2x ഡി എക്സ് കൊടുത്തു. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, 2 കോൺസ്റ്റന്റ് അത് പുറത്തെടുക്കുന്നു. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ബൈ 2 ആണ്. ലിമിറ്റിംഗ് വാല്യൂ 1/4 to 3/4 ആണ്. 2 യും ക്യാൻസൽ ആയിപ്പോൾ എക്സിന് അപ്പർ ലിമിറ്റ് 3/4 കൊടുത്താൽ 3/4ൻ്റെ സ്ക്വയർ മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് 1/4 കൊടുത്താൽ 1/4ൻ്റെ സ്ക്വയർ വരും. 3/4ൻ്റെ സ്ക്വയർ എത്ര? 3/4ൻ്റെ സ്ക്വയർ 9/16 മൈനസ് 1/4ൻ്റെ സ്ക്വയർ 1/16 വരും. കോമൺ ഡിനോമിനേറ്റർ ആണ് 16, അപ്പോൾ നോമിനേറ്റർ മൈനസ് ചെയ്താൽ 9 - 1/16 വരും. 9 - 1 എത്രയാണ്? 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/16 ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വന്നാൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കാണുന്ന മറന്നു പോലെ അതിനോടനുബന്ധിച്ച് ഇതേപോലെ പ്രോബബിലിറ്റി കാണാൻ ചോദിച്ചാൽ ഇൻ്റഗ്രേഷനാണ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് ഇതാ ഈ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് 2 ഡെഫിനിഷനാണ്. ഒന്നാമത്തെ ഡെഫിനിഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിളിനെ നമ്മൾ ഇ ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് റാൻഡം വേരിയബിളിനെ ഇ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇ ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഈ 2 ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. ഇനിയും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ല, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ആണെങ്കിലോ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ആണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സും വരും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സും വരും. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എ റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തേക്കുന്നതാണ്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ മതി, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്തത് ഡിഫൈൻ വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. വേരിയൻസ് ഓഫ് എ റാൻഡം വേരിയബിളിനെ VAR ഓഫ് എക്സ്, വേരിയൻസ് ഓഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർഡ് എന്ന് ഡിഫൈൻ ചെയ്തു. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ്, ഈ ബ്രാക്കറ്റിനകത്താണ് സ്ക്വയർ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർഡ് ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർഡും എക്സ്പെക്ടേഷൻ ഓഫ് എക്സും ഒക്കെ കണ്ടുപിടിക്കുന്ന പറഞ്ഞു. അതനുസരിച്ച് ഡെഫിനിഷൻ കൊടുത്താൽ മതി. 1 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കുവേ. ഓക്കെ, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. A continuous random variable x has the probability density function f of x equal to 3x squared 0 less than or equal to x less than 1 ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്.
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് കണ്ടുപിടിക്കാൻ, വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ, ഫൈൻഡ് വാല്യൂ ഓഫ് എ സച്ച് ദാൻ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ ഈക്വൽ ടു 1/2. യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻ്റർവെലിനകത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3x² ഇൻറ്റു ഡി എക്സ് ആണ്. അവിടെ ഈ 3 കോൺസ്റ്റന്റ് അതിനെ അങ്ങ് പുറത്തെടുത്താൽ ബാക്കി എക്സും എക്സ് സ്ക്വയർഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ആണ് വരുന്നത്. എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ x⁴/4 ആണ്. എക്സ് എന്നിട്ട് അതിന് എങ്ങനെ ലിമിറ്റ് കൊടുക്കുന്നത് 3/4 ഇൻറ്റു എക്സ് വരുന്നത് അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1⁴ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 വരും. ഇവിടെ 1 - 0 1 ഇൻറ്റു 3/4 ആൻസർ വരുന്നു. അതേപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് ഇൻ്റഗ്രൽ x² എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1 x² ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 3x² ഡി എക്സ് ആണ്. 3 കോൺസ്റ്റന്റ് അത് പുറത്തെടുക്കുന്നു. x² ഇൻറ്റു x² x⁴ ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ x⁵/5 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരും 3/5 ഇൻറ്റു എക്സിന് അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1⁵5 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0⁵5 വരും. അപ്പോൾ ഇത് 1 - 0 1 1 ഇൻറ്റു 3/5 ഈക്വൽ ടു 3/5 വരും. ഇനി വേരിയൻസ് ഓഫ് എക്സ് ആണ്. അത് കാണുന്ന ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർഡ് 3/5 മൈനസ് 9/16 ആണ്. LCM എടുത്തിട്ട് ക്രോസ് ചെയ്താൽ അപ്പോൾ എക്സ് എം 3 അപ്പോൾ LCM 80 ആണ്. LCM വരെ അപ്പോൾ 3/5 ഇൻറ്റു 80 മൈനസ് 9/16 അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഇൻറ്റു 60 മൈനസ് 9 ഇൻറ്റു 5/80 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/18 കിട്ടി വേരിയൻസ് ഓഫ് എക്സ്. ഇനി എയുടെ വാല്യൂ കാണാൻ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഇത് രണ്ട് പ്രോബബിലിറ്റിയും സെയിം ആണ്. അത് 1/2 സെയിം ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വെച്ചാൽ എങ്ങനെയാണ് അപ്പർ ലിമിറ്റ് എ ആയിരിക്കും, ലോവർ ലിമിറ്റ് ഗിവൺ എക്സിൻ്റെ ലോവർ ലിമിറ്റ് അത് 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a 3x² dx 3 കോൺസ്റ്റന്റ് ആണ്. x²ൻ്റെ ഇൻ്റഗ്രൽ x³ അപ്പർ ലിമിറ്റ് എ കൊടുത്താൽ a³ വരും, ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0 ആയിപ്പോൾ ഇവിടെ 3 ക്യാൻസൽ ആയിട്ട് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a³ കിട്ടി. ഇനി പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ ലോവർ ലിമിറ്റ് എ ആണ്, അപ്പർ ലിമിറ്റ് എക്സിൻ്റെ ഗിവൺ അപ്പർ ലിമിറ്റ് അത് എത്രയാണ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ a to 1 3x² dx ആണ്. അപ്പോൾ 3 ഇൻറ്റു x²ൻ്റെ ഇൻ്റഗ്രൽ x³ 3 ക്യാൻസലും എക്സിന് അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1 ആണ് മൈനസ് ലോവർ ലിമിറ്റ് എ കൊടുത്താൽ a³ 1 - a³ വരും. ഇത് രണ്ടും സെയിം ആണ്. അത് ആരോട് സെയിം ആണെന്ന് തന്നിട്ടുണ്ട് 1/2 സെയിം ആണ്. അത് a³ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് 1 - a³ ആണ്. അത് ആരോട് സെയിം ആണ് ഈക്വൽ ടു 1/2 സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/2 സെയിം ആണ്. അപ്പോൾ a³ ഈക്വൽ ടു 1/2 ആണ്. എയുടെ വാല്യൂ ക്യൂബ് റൂട്ട് ഓഫ് 1/2 1 - a³ 1/2 സെയിം ആണ്. അതിൽ നിന്ന് a³ ഈക്വൽ ടു 1 - 1/2 ഈക്വൽ ടു 1/2. അപ്പോൾ a ഈസ് ഈക്വൽ ടു എത്ര വരും ക്യൂബ് റൂട്ട് ഓഫ് 1/2 വരും. ഓക്കെ, നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ ബാലൻസ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 3-4 വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്ത് നോക്കണം. ഈ ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് മുമ്പുള്ള വീഡിയോ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാൻ, എങ്കിലേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ എങ്കിൽ